ഹലോ സ്റ്റുഡൻസ്, ഈ സെമസ്റ്ററിൽ നിങ്ങൾക്ക് ഫിസിക്സ് കോർ പേപ്പർ ഇലക്ട്രോഡൈനാമിക്സ് 1 എന്നുള്ള പേപ്പറാണ്. അതിൻ്റെ മെയിൻ റെഫറൻസ് ബുക്ക് ഇൻട്രൊഡക്ഷൻ ടു ഇലക്ട്രോഡൈനാമിക്സ് ഡേവിഡ് ജെ ഗ്രിഫിത്സ്, ഈ ബുക്കാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ബുക്കിൽ ഫ്രണ്ട് കവറിൽ തന്നെ കാണാവുന്നത് പോലെ തന്നെ ഒരു ഡെൽ എന്ന് പറയുന്ന ഓപ്പറേറ്റർ, ഡെൽ ക്രോസ് ഇ, ഡെൽ ക്രോസ് ബി, ഇത് നമ്മളതിന് പിന്നീട് കാണും. ഇതെല്ലാം മാക്സ്വെൽസ് ഇക്വേഷനിലെ ലെഫ്റ്റ് ഹാൻഡ് സൈഡാണ്, മാക്സ്വെൽസ് ഇക്വേഷൻസ് ആണ്. അപ്പോൾ നമുക്ക് ഏറ്റവും ആവശ്യം വേണ്ടത് ഈ മാക്സ്വെൽസ് ഇക്വേഷൻ ഈ ഒരു ഫോമിൽ എക്സ്പ്രസ് ചെയ്താൽ അതിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു മാത്തമാറ്റിക്കൽ ഫോമാണ്, ഫിസിക്സ് പ്രിൻസിപ്പിളിലെ മാത്തമാറ്റിക്കൽ ഫോമാണ്. ഈ ഇലക്ട്രോഡൈനാമിക്സ് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ഡിഫറൻഷ്യൽ കാൽക്കുലസ് അറിഞ്ഞേ പറ്റും. ആ ഡിഫറൻഷ്യൽ കാൽക്കുലസിൽ വരുന്ന ഓപ്പറേറ്ററുകളാണ് ഈ പറയുന്ന ഡെൽ ഓപ്പറേറ്ററുകൾ. അപ്പോൾ ആ വെക്റ്റർ കാൽക്കുലസും ഡിഫറൻഷ്യൽ കാൽക്കുലസും അറിഞ്ഞതിന് ശേഷം മാത്രമാണ് നമുക്ക് ഇലക്ട്രോഡൈനാമിക്സ് വളരെ ഈസി ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൽ ആദ്യത്തെ യൂണിറ്റ് തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാനുള്ളത് ഡിഫറൻഷ്യൽ കാൽക്കുലസ് ആണ്. സെക്ഷൻ 1.2 ഡിഫറൻഷ്യൽ കാൽക്കുലസ്. അപ്പോൾ ഓർഡിനറി വെക്റ്റർ കാൽക്കുലസ് ഒക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ അസ്യൂം ചെയ്യുന്നു. അപ്പോൾ ഡിഫറൻഷ്യൽ കാൽക്കുലസിൽ ആദ്യം നമുക്ക് കാണേണ്ടത് നേരത്തെ കണ്ട പോലെ തന്നെ ആ ഓപ്പറേറ്ററുകളെ കുറിച്ചാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്കൊന്ന് ഓർഡിനറി ഡെറിവേറ്റീവ്, എന്താണ് ഓർഡിനറി ഡെറിവേറ്റീവ്, എന്താണ് അതിൻ്റെ ജോമെട്രിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ എന്നീ കാര്യങ്ങളെക്കുറിച്ചൊന്ന് നോക്കാം. ഓർഡിനറി ഡെറിവേറ്റീവ്സ്. അപ്പോൾ എന്താണ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ, സപ്പോസ് നമുക്കൊരു ഫംഗ്ഷനുണ്ട്, എഫ് എന്നുള്ളൊരു ഫംഗ്ഷൻ, എഫ് ഓഫ് എക്സ് എന്നുള്ളൊരു ഫംഗ്ഷനുണ്ട്. എന്താണ് ഡി എഫ് ബൈ ടി എക്സ്, എന്താണ് അതിൻ്റെ മീനിങ് ഡി എഫ് ബൈ ടി എക്സ്? So it means that it represents, suppose we change the argument by a small amount dx. What is the change in the function f? നമ്മൾ ഈ എക്സ് റേഞ്ചിൽ, സപ്പോസ് ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ എന്ന് വിചാരിക്കുക. അപ്പോൾ എക്സിലൊരു സ്മോൾ ചേഞ്ച് ഡി എക്സ് കൊണ്ടുവന്നാൽ കറസ്പോണ്ടിങ് ആയിട്ട് ഫംഗ്ഷൻ എഫിന് എത്ര ചേഞ്ച് വരും, അത് എത്രയാണെന്നുള്ളത് കാണിക്കുന്ന ഒരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് ആണ് ഡി എഫ് ബൈ ഡി എക്സ്. I can write df equal to df by dx into dx എന്ന് പറഞ്ഞാൽ നമ്മൾ ഡി എക്സിലൊരു ചേഞ്ച് കൊണ്ടുവന്നാൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡി എഫിലും ഒരു ചേഞ്ച് ഉണ്ടാവും. അത് എത്രമാത്രം ചേഞ്ച് ചെയ്യും എന്നുള്ളതിന് തീരുമാനിക്കുന്നത് ആ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവാണ്. ഡി എഫ് ബൈ ഡി എക്സ് ആണ്, അതിന് പ്രൊപ്പോർഷണലാണ്. ഡി എഫ് ബൈ ഡി എക്സ് കൂടുതലാണെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് തന്നെ എഫിൽ ചേഞ്ച് ഉണ്ടാവും ഡി എക്സിലൊരു ചേഞ്ച് വരുമ്പോൾ. അതാണ് ഈ ഡി എഫ് ബൈ ഡി എക്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതല്ലെങ്കിൽ അതിൻ്റെ ജോമെട്രിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ നമുക്ക് ഇങ്ങനെ പറയാം. ജോമെട്രിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഡെറിവേറ്റീവ് ഡി എഫ് ബൈ ഡി എക്സ് is the slope of the graph f versus x. സ്ലോപ്പ് ഓഫ് ഗ്രാഫ്, ഈ ഗ്രാഫിൻ്റെ സ്ലോപ്പാണ് ഡി എഫ് ബൈ ഡി എക്സ് എന്ന് പറയുന്നത്. ജോമെട്രിക്കലി നോക്കുകയാണെങ്കിൽ സപ്പോസ് വി ഹാവ് എ ഗ്രാഫ് ലൈക്ക് ദിസ്, എക്സ് എഫ് ഓഫ് എക്സ്, ഇങ്ങനെയാണെന്ന് വിചാരിക്കുന്നത് നമ്മുടെ ഗ്രാഫ് എക്സ് ആക്സിസിന് പാരലായിട്ട്. അപ്പോൾ എത്രയായിരിക്കും അതിൻ്റെ ഡി എഫ് ബൈ ഡി എക്സ്, അതിൻ്റെ ഡെറിവേറ്റീവ് എത്രയായിരിക്കും? ഡി എഫ് ബൈ ഡി എക്സ്, അതായത് നമ്മൾ എക്സിന് ഒരു ചെറിയ ചേഞ്ച് കൊണ്ടുവന്നു, എക്സിന് ഇവിടെ നിന്ന് ഇവിടേക്ക് പോയി, എഫിന് വല്ല ചേഞ്ചും ഉണ്ടോ? എഫ് കോൺസ്റ്റൻ്റ് അല്ലേ, അപ്പോൾ എഫിന് ചേഞ്ച് ഒന്നുമില്ല. അതിനർത്ഥം അതിൻ്റെ സ്ലോപ്പ് 0 ആണ്, അതല്ലെങ്കിൽ സ്ലോപ്പ് 0 ആണ്. അപ്പോൾ എക്സ് ആക്സിസിന് പാരലായിട്ട് വരികയാണെങ്കിൽ സ്ലോപ്പ് 0 ആണ്. ഇനി ഇങ്ങനെ ഒരു ഗ്രാഫാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ, ഇങ്ങനെ ഒരു ഗ്രാഫാണെങ്കിൽ അതിന് ഒരു സ്ലോപ്പ് ഉണ്ട്, പോസിറ്റീവ് സ്ലോപ്പ് ഉണ്ട്. ദെൻ ഇങ്ങനെയാണ് ഒരു കർവ് എഫ് ഓഫ് എക്സ് കിട്ടുന്നതെങ്കിൽ അതിനും സ്ലോപ്പ് ഉണ്ട്. അപ്പോൾ ഇതിന് സ്ലോപ്പ് കൂടുതലാണ്, ആദ്യം വരച്ചിരിക്കുന്ന ഈ കർവിനേക്കാളും സ്ലോപ്പ് കൂടുതലാണ് ഈ സ്ലോപ്പ്. ഇനി ഇങ്ങനെയാണ് ഒരു ഗ്രാഫുള്ളെങ്കിൽ ഇതിൻ്റെ സ്ലോപ്പ് നെഗറ്റീവ് സ്ലോപ്പാണ്. അതായത് എക്സ് കൂടുമ്പോൾ എഫ് ഓഫ് എക്സ് കുറയാണ് ഈ ഗ്രാഫിൽ. ഈ ഗ്രാഫിലാണെങ്കിൽ എക്സ് കൂടുമ്പോൾ എഫ് ഓഫ് എക്സ് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഇറ്റ് ഹാസ് പോസിറ്റീവ് ഗ്രാഫ്, പോസിറ്റീവ് സ്ലോപ്പ്. അപ്പോൾ ഇവിടെ സ്ലോപ്പ് 0 ആണ്, എക്സ് ആക്സിസിന് പാരലായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ സ്ലോപ്പ് 0 ആണ്. ഇങ്ങനെയുള്ള ഗ്രാഫുകളാണെങ്കിൽ പോസിറ്റീവ് സ്ലോപ്പാണ്, ഇങ്ങനെയുള്ള ഗ്രാഫുകളാണെങ്കിൽ നെഗറ്റീവ് സ്ലോപ്പാണ് വരുന്നത്. സോ ഓർഡിനറി ഡെറിവേറ്റീവിൻ്റെ മീനിങ്, ഡി എഫ് ബൈ ഡി എക്സിൻ്റെ മീനിങ്, ഹൗ ഫാസ്റ്റ് ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ഹൗ ഫാസ്റ്റ് ദ ഫംഗ്ഷൻ എഫ് വേരീസ് when we change the argument x by a small distance dx. അല്ലെങ്കിൽ അതിൻ്റെ ജോമെട്രിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞാൽ ദ ഫംഗ്ഷൻ എഫിൻ്റെ സ്ലോപ്പാണ്, സ്ലോപ്പ് ഓഫ് ദി ഗ്രാഫ്. ഓക്കെ,
കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഓർഡിനറി ഡെറിവേറ്റീവ് എന്താണെന്നും അതിൻ്റെ ജോമെട്രിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ എന്താണെന്നുമാണ് കണ്ടത്. സോ ജോമെട്രിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ ഈസ് ദ സ്ലോപ്പ് ഓഫ് ദി ഗ്രാഫ്. അപ്പോൾ അവിടെ നമ്മൾ കൺസിഡർ ചെയ്തത് ഒരു ഫംഗ്ഷൻ ഓഫ് സിംഗിൾ വേരിയബിൾ എഫ് ഓഫ് എക്സ് ആണ് കാണിച്ചത്. എക്സ് എന്ന് പറയുന്ന വേരിയബിളിൽ മാത്രം ഫംഗ്ഷനാണ്. സപ്പോസ് വി ഹാവ് എ ഫംഗ്ഷൻ that depends on 3 variables, say t as a function of x, y and z. അപ്പോൾ 3 വേരിയബിളിനെയും ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ, അതിൻ്റെ ഡെറിവേറ്റീവ് എങ്ങനെയാണ് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുക? ഏതാണ് ഒരു എക്സാമ്പിൾ പറയാമോ? ഏതാണ് ഒരു എക്സാമ്പിൾ 3 വേരിയബിളിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ? നമുക്ക് ഏറ്റവും ഫെമിലിയർ ആയിട്ട് ഏറ്റവും ഈസി ആയിട്ട് പറയാവുന്ന ഒരു എക്സാമ്പിളാണ് ടെമ്പറേച്ചർ. നിങ്ങളിപ്പോൾ ഇരിക്കുന്ന ക്ലാസ് റൂമിൽ നിങ്ങളിരിക്കുന്ന റൂമിൻ്റെ ടെമ്പറേച്ചർ ഓരോ പോയിന്റിലും വ്യത്യാസപ്പെട്ടിരിക്കും, പോയിന്റ് ടു പോയിന്റ്. സപ്പോസ് നിങ്ങളിരിക്കുന്ന റൂമിൻ്റെ ഒരു സൈഡിൽ കുറച്ച് വെയിലടിക്കേണ്ടതെന്ന് വിചാരിക്കാം, അപ്പോൾ അവിടെ ചൂട് കൂടുതലായിരിക്കും. അപ്പോൾ ആ പോയിന്റിൽ ടെമ്പറേച്ചർ കൂടുതലായിരിക്കും. ആ പോയിന്റിൽ നിന്ന് നിങ്ങൾ പല ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ മുകളിലേക്ക് പോകുമ്പോൾ ടെമ്പറേച്ചർ കൂടി വരും, സൈഡുകളിലേക്ക് പോകുമ്പോൾ ടെമ്പറേച്ചർ കുറഞ്ഞു വരും. അപ്പോൾ റൂമിലെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ആ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മെഷർ ചെയ്യുന്ന പോയിന്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, 3 കോർഡിനേറ്റ്സും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ളൊരു ഫംഗ്ഷൻ 3 വേരിയബിളിൻ്റെയും ഫംഗ്ഷനായിട്ട് വരുന്ന ഒരു ഫംഗ്ഷൻ, ടെമ്പറേച്ചർ പോലുള്ള ഒരു ഫംഗ്ഷൻ, അതിൻ്റെ ഡെറിവേറ്റീവ് നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും? അതായത് ഒരു ലൈൻ എലമെൻറ്റ് ഡി എൽ, ഒരു ചെറിയ ഡിസ്റ്റൻസ് ഡി എൽ ഈക്വൽ ടു എക്സ് ക്യാപ് ഡി എക്സ് ക്യാപ് പ്ലസ് ഡി വൈ ക്യാപ് പ്ലസ് ഡി സെഡ് ക്യാപ്. ഒരു ചെറിയ ലെങ്ത്ത്, ഇൻഫിനിറ്റിസിമൽ ലെങ്ത്ത് ഡി എൽ നമ്മൾ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ആയിട്ട് ടെമ്പറേച്ചർ എന്ന് പറയുന്ന ഫംഗ്ഷന് വരുന്ന ചേഞ്ച് എത്രയാണ്? അതിന് മുമ്പ് ഞാനൊരു കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്യട്ടെ. ഗ്രിഫിറ്റ്സ് ഫോളോ ചെയ്യുന്നത് നമ്മുടെ യൂണിറ്റ് വെക്ടേഴ്സ്, കാർട്ടീഷ്യൻ യൂണിറ്റ് വെക്ടേഴ്സ്, എക്സ് വൈ ഡയറക്ഷനുള്ള യൂണിറ്റ് വെക്ടേഴ്സ് നമ്മൾ IJK എന്നായിരിക്കും നിങ്ങൾ ഡിനോട്ട് ചെയ്തിരിക്കുക. ഗ്രിഫിറ്റ്സിൽ അതിന് യൂണിറ്റ് വെക്ടർ എക്സ് ക്യാപ് വൈ ക്യാപ് സെഡ് ക്യാപ്, അങ്ങനെയാണ് ഇതിനെ ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഗ്രിഫിറ്റ്സിൽ വെക്ടേഴ്സിനെ കാണിക്കാനായിട്ട് വെക്ടർ എ അതിനൊക്കെ ബോൾഡ് ഫേസ് ലെറ്റേഴ്സിനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വെക്ടർ സൈൻ അവർ ഉപയോഗിക്കുന്നില്ല. എ അല്ലെങ്കിൽ എ ബോൾഡ് ലെറ്റേഴ്സ് വെക്ടേഴ്സിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, ഒരു ഡി എൽ, ഒരു ലെങ്ത് ആർബിട്രറി ഡയറക്ഷനിൽ എക്സ് വൈ ഇസഡ് വരുന്ന ഒരു ആർബിട്രറി ഡയറക്ഷനിൽ ഒരു ചെറിയ ലെങ്ത്ത് നമ്മൾ നീങ്ങിക്കഴിഞ്ഞാൽ എത്രയാണ് ടെമ്പറേച്ചറിൽ വരുന്ന ചേഞ്ച്? സോ ഇത് വിചാരിക്കുന്ന അത്ര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമല്ല. നമുക്ക് തിയറി ഓഫ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഉണ്ട്, അതിൽ നമുക്ക് എഴുതാം ഡി ടി, ടെമ്പറേച്ചറിന് വരുന്ന ചേഞ്ച് ക്യാൻ ബി റിട്ടൺ ആസ് ഡോ ടി ബൈ ഡോ എക്സ് ഇൻറ്റു ഡി എക്സ് പ്ലസ് ഡോ ടി ബൈ ഡോ വൈ ഡി വൈ പ്ലസ് ഡോ ടി ബൈ ഡോ സെഡ് ഇൻറ്റു ഡി സെഡ്. അപ്പോൾ ടെമ്പറേച്ചറിൽ വരുന്ന ചേഞ്ച് എന്ന് പറഞ്ഞാൽ അത് 3 ഡെറിവേറ്റീവ്സിന് ഡിപ്പെൻഡ് ചെയ്യും, അതിന് 3 ടേംസ് വരുന്നുണ്ട്. ഇനി നമുക്ക് ഓർഡിനറി വെക്റ്റർ കാൽക്കുലസിൽ നമുക്കറിയാം 2 ഡോട്ട് പ്രോഡക്റ്റ് കമ്പോണൻസ് ആയിട്ട് കിട്ടുന്ന 2 വെക്ടറുകളുടെ ഡോട്ട് പ്രോഡക്റ്റ്, ദാറ്റ് ഈസ് എക്സ് ക്യാപ് പ്ലസ് വൈ ക്യാപ് പ്ലസ് സെഡ് ക്യാപ് ഡോട്ട് എക്സ് ക്യാപ് പ്ലസ് വൈ ക്യാപ് പ്ലസ് സെഡ് ക്യാപ് ഈക്വൽ ടു എന്താണ്? ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ കറസ്പോണ്ടിങ് കമ്പോണൻറ്റുകളുടെ പ്രോഡക്റ്റുകളുടെ സമ്മാണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു AX BX പ്ലസ് AY BY പ്ലസ് AZ BZ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ എഴുതിയ ഡി ടി ഇസ് ഈക്വൽ ടു ഡോ ടി ബൈ എം, ഈ എക്സ്പ്രഷനെ ഒരു ഡോട്ട് പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഐ ക്യാൻ റൈറ്റ് ഡി ടി ആസ് dot product of 2 vectors. The first vector is dot t by dou x cap plus dot t by dou y cap plus dot t by dou z cap. Dot second vector എന്താണ്? dx x cap plus dy y cap plus dz z cap. അതായത് നമ്മുടെ dl എന്ന് പറയുന്ന ലൈൻ എലമെൻറ്റ് അല്ലേ? നോക്കൂ, ഇതിൻ്റെ ഫസ്റ്റ് കമ്പോണൻറ്റ് എക്സ് കമ്പോണൻറ്റ് എന്താണ്? ഡോ ടി ബൈ ഡോ എക്സ്. ഇവിടുത്തെ എക്സ് കമ്പോണൻറ്റ് ഡി എക്സ്. അതിന് എ എക്സ് ബി എക്സ് എന്ന് പറയുന്ന പോലെ ഇവിടുത്തെ പ്രോഡക്റ്റ് ഡോ ടി ബൈ ഡോ എക്സ് ഡി എക്സ്. ഇവിടുത്തെ ഫസ്റ്റ് എലമെൻറ്റും ഇവിടുത്തെ സെക്കൻഡ് എലമെൻറ്റ് ഇൻറ്റു ഇവിടുത്തെ സെക്കൻഡ് എലമെൻറ്റ് ഡി വൈ. അതാണ് ഇവിടുത്തെ ടൈം ആയിട്ട് വന്നിരിക്കുന്നത്. സോ ഐ ക്യാൻ റൈറ്റ് dt as a dot product of 2 vectors. Now let me denote
the first vector as del t. del t. ഈ ബ്രാക്കറ്റിൽ എഴുതിയിരിക്കുന്നത് ഫസ്റ്റ് വെക്ടറിനെ del t എന്ന് ഡിനോട്ട് ചെയ്യുകയാണ്. ഡോട്ട് സെക്കൻഡ് വെക്ടർ എന്താണ് സെക്കൻഡ് വെക്ടർ? ഡി എഫ് നമ്മൾ ഓൾറെഡി ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഡി എൽ ഇസ് ഈക്വൽ ടു ഡി എക്സ് എക്സ് ക്യാപ് ലൈൻ എലമെൻ്റ് ആണ്, ഇൻഫിനിറ്റസിമൽ ലൈൻ എലമെൻ്റ് ആണ് ഡി എൽ. സോ ഡി ടി, വാട്ട് ഈസ് ഡി ടി? ചേഞ്ച് ഇൻ temperature is given by del t dot dl, and this del t is called gradient. Gradient of t, gradient of function t, gradient of function t. അപ്പോൾ ഗ്രേഡിയൻ്റ് നമ്മൾ കണ്ടതുപോലെ ഗ്രേഡിയൻ്റ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ഈ ഒരു വെക്ടറിനെയാണ് നമ്മൾ ഗ്രേഡിയൻ്റ് എന്ന് വിളിച്ചത്. സോ ഗ്രേഡിയൻ്റ് ഓഫ് ടി ആണ് നമ്മളെടുത്തത്. ടി എന്തായിരുന്നു? ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ ഇസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ ആൻഡ് സെഡ്. ടെമ്പറേച്ചർ എന്താണ്? സ്കാലറാണോ വെക്ടറാണോ? ടെമ്പറേച്ചർ ഒരു സ്കാലറാണ്. കാരണം നമ്മൾ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഇവിടെ 100 ഡിഗ്രി സെൽഷ്യസ് ആണ്, ഇവിടെ 90 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ 90 ഡിഗ്രി, 100 ഡിഗ്രി, 10 ഡിഗ്രി അതൊക്കെ എന്താണ്? നമ്പറാണ്, അതിന് ഡയറക്ഷനൊന്നുമില്ല. സോ ടെമ്പറേച്ചർ ഈസ് എ സ്കാലർ ക്വാണ്ടിറ്റി. ഇനി ആ സ്കാലർ ക്വാണ്ടിറ്റി ആയ ടെമ്പറേച്ചറിൻ്റെ ഗ്രേഡിയൻ്റ് എടുക്കുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത്? വെക്ടറാണ്. സോ ഗ്രേഡിയൻ്റ് ഓഫ് എ സ്കാലർ ഗിവ്സ് യു എ വെക്ടർ. ഒരു സ്കാലർ ഫംഗ്ഷൻ്റെ ഗ്രേഡിയൻ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് വെക്ടറാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്കറിയാം വെക്ടറിൻ്റെ പ്രോപ്പർട്ടി എന്താണ്? വെക്ടറും സ്കാലറും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? വെക്ടറിന് എന്തുണ്ട്? ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷനും കൂടിയുണ്ട്. അപ്പോൾ ഗ്രേഡിയൻ്റ് ഓഫ് എ സ്കാലർ എന്ന് പറഞ്ഞൊരു വെക്ടറാണ്. അങ്ങനെ ഒരു വെക്ടർ ആണെങ്കിൽ നമുക്ക് വേണ്ടത് ഇനി അതിൻ്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഡിഫൈൻ ചെയ്യാണ്. അപ്പോൾ അതിനു വേണ്ടി ഞാനിതിനെ ഡി ടി ഇസ് ഈക്വൽ ടു del t dot dl. അപ്പോൾ ഡോട്ട് പ്രോഡക്റ്റ് എന്താണെന്ന് നമുക്കറിയാം. del t മോഡുലസ് ഓഫ് del t മോഡുലസ് ഓഫ് വെക്ടർ dl ഇൻറ്റു കോസ് തീറ്റ. ഇനി ഡി ടിക്ക് മാക്സിമം വാല്യൂ വരുന്നത് എപ്പോഴാണ് ഡി ടി മാക്സിമം ആവുന്നത്? ഒരു ഫിക്സഡ് ഡിസ്റ്റൻസിൽ ഡി ടി മാക്സിമം ആവുന്നത് എപ്പോഴാണ്? ആംഗിൾ തീറ്റ 0 ആകുമ്പോഴാണ്. തീറ്റ ഈക്വൽ ടു 0 ആകുമ്പോഴാണ് മാക്സിമം വാല്യൂ കിട്ടുന്നത്. അപ്പോൾ തീറ്റ 0 ആകുമെന്ന് പറഞ്ഞാൽ ഡെൽറ്റ ടിയും ഡെൽറ്റ ഡി എല്ലും സെയിം ഡയറക്ഷനിലാണ്. അപ്പോൾ ഡെൽറ്റ ടി മാക്സിമം ആവുന്നത് ഡെൽറ്റ ടിയും ഡെൽറ്റ ഡി എല്ലും സെയിം ഡയറക്ഷനാണ്. അല്ലെങ്കിൽ ഡെൽറ്റ ടിയുടെ അതേ ഡയറക്ഷനിൽ നമ്മൾ മൂവ് ചെയ്യുമ്പോഴാണ് നമുക്ക് മാക്സിമം കിട്ടുന്നത്. ഇപ്പോൾ ഈ ഒരു പോയിന്റ് വെച്ചിട്ട് ഞാൻ ഒന്നുകൂടെ പറയാം. ഈ ഫംഗ്ഷൻ ഡെൽറ്റ ടി മാക്സിമം ആവുന്നത് ഡെൽറ്റ ടിയും ഡി എല്ലും സെയിം ഡയറക്ഷനിലാണ് ആവുമ്പോഴാണ്. അതല്ലെങ്കിൽ നമ്മൾ മൂവ് ചെയ്യുന്നത് ഡെൽറ്റ ടിയുടെ ഡയറക്ഷനിലാവുമ്പോഴാണ്. നമ്മൾ മൂവ് ചെയ്യുകയാണെന്ന് വെച്ചാൽ ഡി എൽ എടുക്കുന്നത് ഡെൽറ്റ ടിയുടെ അതേ ഡയറക്ഷൻ എടുക്കുമ്പോഴാണ് നമുക്ക് മാക്സിമം വാല്യൂ കിട്ടുക. ഈ ഒരു കൺസെപ്റ്റിൽ നിന്ന് നമുക്ക് ഈ ഡെൽറ്റ ടി എന്ന് പറയുന്ന വെക്ടറിൻ്റെ ഡയറക്ഷൻ നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഡയറക്ഷൻ ഓഫ് ഡെൽറ്റ ടി. ദി ഗ്രേഡിയൻറ്റ് ഡെൽറ്റ ടി points in the direction of maximum increase of function t. ഇപ്പോൾ ടി മാക്സിമം ഇൻക്രീസ് ചെയ്യുന്ന ആ ഡയറക്ഷനാണ് ഡെൽറ്റ ടിയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളുടെ റൂമിലെ ടെമ്പറേച്ചർ പല ഡയറക്ഷനിൽ നിങ്ങൾ നോക്കുമ്പോൾ ടെമ്പറേച്ചറിന് വേരിയേഷൻസ് ഉണ്ടാവും. ഇനി ഏത് ഡയറക്ഷനിൽ പോകുമ്പോഴാണ് മാക്സിമം അത് വേരി ചെയ്യുന്നത്? ആ ഡയറക്ഷനാണ് ഡെൽറ്റ ടി. നിങ്ങൾക്ക് പല ഡയറക്ഷനിൽ പോകുന്നത് റൂമിൽ പല ഡയറക്ഷനിലേക്ക് നിങ്ങൾക്ക് മൂവ് ചെയ്യാം. അപ്പോൾ ഏത് ഡയറക്ഷനിൽ മൂവ് ചെയ്യുമ്പോഴാണോ ആ ടെമ്പറേച്ചറിന് പെട്ടെന്ന് തന്നെ ചേഞ്ച് ഉണ്ടാകുന്നത്, മാക്സിമം ചേഞ്ച് ഉണ്ടാകുന്നത്, ആ ഡയറക്ഷനാണ് ഗ്രേഡിയൻറ്റിൻ്റെ ഡയറക്ഷൻ. ഇനി ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡെൽറ്റ ടി ഇസ് ദി മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഡോ ടി ബൈ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് തീരുമാനിക്കുന്നത് ഡോ ടി ബൈ ഡോ എക്സും ഡോ ടി ബൈ ഡോ വൈയും ഡോ ടി ബൈ ഡോ സെഡും ആണ്. അതല്ലെങ്കിൽ അതിൻ്റെ സ്ലോപ്പാണ്. ഇറ്റ് ഗിവ്സ് ദി സ്ലോപ്പ്. സ്ലോപ്പ് മീൻസ് റേറ്റ് ഓഫ് increase along the maximal direction. ഡെൽറ്റ ടി വേരി ചെയ്യുന്ന മാക്സിമം ഡയറക്ഷൻ അതേതാണെന്ന് നോക്കിയാൽ ആ ഡയറക്ഷനിൽ എത്ര ഫാസ്റ്റായിട്ട് ആ ഡയറക്ഷൻ്റെ സ്റ്റോപ്പ് നമ്മൾ 1 ഡയമെൻഷണൽ കേസിൽ കണ്ടതിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ്. 3 ഡയമെൻഷണൽ കേസിലേക്ക് വരുന്ന എക്സ്റ്റൻഷനാണ്. ആ മാക്സിമൽ ഡയറക്ഷനിലുള്ള അതിൻ്റെ റേറ്റ് ഓഫ് ഇൻക്രീസിനെയാണ് അല്ലെങ്കിൽ അതിൻ്റെ സ്ലോപ്പാണ് ഈ ഡെൽറ്റ ടിയുടെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്.
അപ്പോൾ ഓർക്കുക, ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഒരു സ്കാലർ ഫംഗ്ഷൻ്റെ ഗ്രേഡിയൻ്റ് എടുത്താൽ നമുക്ക് കിട്ടുന്നത് വെക്ടറാണ്. ആ വെക്ടർ ഇതിൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് പോയിൻറ്റ്സ് ടു ദി ഡയറക്ഷൻ ഓഫ് മാക്സിമം ഇൻക്രീസ് ഓഫ് ദ ഫംഗ്ഷൻ ആൻഡ് ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ് ഈസ് ദി സ്ലോപ്പ് along the maximum direction.